തെങ്ങ് ചവങ്ങ മാവ് മരങ്ങൾ വിൽക്കാനുണ്ടോ? നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത് 11 സെൻറ്റ് സ്ഥലവും 1500 സ്ക്വയർ ഫീറ്റ് വീടുമാണ്. ലൊക്കേഷൻ വരുന്നത് കുറുപ്പമ്പടിയാണ്. കുറുപ്പമ്പടി ഐമുറി. കുറുപ്പമ്പടി മലയാറ്റൂർ ബസ് റൂട്ടിൽ ഐമുറി കവലയിൽ നിന്ന് 700 മീറ്ററാണ് വീട്ടോട്ടുള്ള ദൂരം വരുന്നത്. വീടിൻ്റെ 4 കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂള്, കോളേജ്, ഹോസ്പിറ്റൽ, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ദേവാലയങ്ങൾ എന്നിവ സ്ഥിതി ചെയ്യുന്നു. 4 സൈഡ് മതിലെല്ലാം കിട്ടിയ ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ് വീടിന് വരുന്നത്. ഗേറ്റിൻ്റെ വർക്ക് പെൻഡിംഗ് ആണ്. 1 വീക്കിൽ കംപ്ലീറ്റ് ആവുന്നതാണ്. വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തോട്ട് വരുമ്പോൾ മുറ്റം പാകിയിരിക്കുന്നത് പാവിംഗ് ടൈൽസ് ആണ്. വീടിൻ്റെ ഫ്രണ്ടിൽ 3-4 വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭ്യമാണ്. വീടിൻ്റെ 2 സൈഡിലായിട്ട് നല്ല രീതിയിലുള്ളൊരു മുറ്റം നമുക്ക് ലഭ്യമാണ്. പൂർണ്ണമായിട്ടൊരു ബോക്സ് ടൈപ്പ് മാതൃകയിലാണ് വീടിൻ്റെ രൂപകൽപ്പന വരുന്നത്. മൂന്ന് സ്റ്റെപ്പ് വരാവുന്ന ചെറിയൊരു ഒതുങ്ങിയ സിറ്റൗട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റൗട്ടിൻ്റെ ഫ്ലോർ വരുന്നത് ഗ്രാനൈറ്റ് ആണ്. മനോഹരമായൊരു ഫ്രണ്ട് ഡോറാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ഡോർ തുറന്ന് വീടിൻ്റെ അകത്തോട്ട് വരുമ്പോൾ ഒരു വിസിറ്റിംഗ് ഏരിയ, ഒരു ഡൈനിങ് ഏരിയ, 2 ബെഡ്റൂം, ഒരു കിച്ചൺ, ഒരു വർക്ക് ഏരിയ, ഇങ്ങനെയാണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ സ്പെക്ക് വരുന്നത്. വീടിൻ്റെ വർക്ക് ഏതാണ്ട് 90% കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ക്ലീനിങ് വർക്ക് മാത്രമാണ് പെൻഡിങ് വരുന്നത്. ഇതാണ് വീടിൻ്റെ വിസിറ്റിംഗ് ഏരിയ വരുന്നത്. ഒരു ബിഗ് സൈസ് വിസിറ്റിംഗ് ഏരിയ ആണ് വീടിന് നൽകിയിരിക്കുന്നത്. 4-2 വൈറ്റ് ക്ലോസ് ടൈലാണ് ഫ്ലോർ വരുന്നത്. വിസിറ്റിംഗ് ഏരിയയിലാണ് TV യൂണിറ്റ് വരുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഒരു ബിഗ് സൈസ് ഡൈനിങ് ഏരിയ ആണ് വീടിന് നൽകിയിരിക്കുന്നത്. സെയിം 4-2 വൈറ്റ് ക്ലോസ് ടൈൽ തന്നെയാണ് ഫ്ലോർ വരുന്നത്. അപ്പോക്സ് ചെയ്തിരിക്കുന്നു. ഡൈനിങ് ഏരിയയുടെയും ബെഡ്റൂമിൻ്റെയും സെൻട്രലായിട്ടാണ് വാഷ് ബേസിനുള്ള സ്പേസ് വരുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഒരു ആവറേജ് സ്പേസ് വരാവുന്ന ബെഡ്റൂമാണ് വീടിന് നൽകിയിരിക്കുന്നത്. 2 പാളിയുടെ 2 വിൻഡോയാണ് ബെഡ്റൂമിൽ വരുന്നത്. വൈറ്റ് ഗ്ലോസി ടൈൽ തന്നെയാണ് ബെഡ്റൂംസിലും ഉപയോഗിച്ചിരിക്കുന്നത്. ബെഡ്റൂമിൽ ഒരു ബിഗ് സൈസ് വാൾഡ്രോപ്പ് വരുന്നുണ്ട്. മൾട്ടിവുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് രൂപകൽപ്പന. അറ്റാച്ച്ഡ് ബാത്റൂം ഫെസിലിറ്റിയാണ് വരുന്നത്. ഒരു 4D ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. സൈഡ് ഭിത്തിയെല്ലാം വാൾ ടൈൽ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. മാറ്റ് ടൈലാണ് ഫ്ലോർ വരുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഏതാണ്ട് സെയിം വലിപ്പം വരാവുന്നൊരു ബെഡ്റൂം തന്നെയാണ് രണ്ടാമത്തേതും. 3 പാളിയുടെയും 2 പാളിയുടെയും ഓരോ വിൻഡോയാണ് രണ്ടാമത്തെ ബെഡ്റൂമിൽ വരുന്നത്. സെയിം വലിപ്പം വരാവുന്നൊരു വാൾഡ്രോബ് രണ്ടാമത്തെ ബെഡ്റൂമിലും നൽകിയിരിക്കുന്നു. രണ്ടാമത്തെ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഫെസിലിറ്റി വരുന്നുണ്ട്. സെയിം ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ടൊരു ബാത്റൂം തന്നെയാണ് രണ്ടാമത്തേതും. വലിപ്പത്തിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ. ഇതാണ് വീടിൻ്റെ കിച്ചൺ വരുന്നത്. ഒരു ഓപ്പൺ കിച്ചണാണ് വീടിന് നൽകിയിരിക്കുന്നത്. മുകളിലും താഴെയുമായിട്ട് 15ഓളം കബോർഡുകളാണ് കിച്ചണിൽ വരുന്നത്. മാറ്റ് ടൈലാണ് കിച്ചൻ്റെ ഫ്ലോർ വരുന്നത്. കിച്ചൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് സിങ്ക് വരുന്നത്. കിച്ചൺ സ്ലാബിൻ്റെ ഫ്ലോർ വരുന്നത് ഗ്രാനൈറ്റ് ആണ്. സൈഡ് ഭിത്തിയെല്ലാം വാൾ ടൈൽ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. മനോഹരമായ കബോർഡുകളാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിലാണ് രൂപകൽപ്പന. അതിനോട് ചേർന്നാണ് വർക്ക് ഏരിയ വരുന്നത്. ഒരു ബിഗ് സൈസ് വർക്ക് ഏരിയയാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഷീറ്റാണ് റൂഫ് വരുന്നത്. വർക്ക് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലാണ് പുകയില്ലാത്ത അടുപ്പിനുള്ള സ്പേസ് വരുന്നത്. വർക്ക് പെൻഡിംഗ് ആണ്. എക്സ്ട്രാ ഒരു സിങ്ക് നൽകിയിരിക്കുന്നു. 4ഓളം കബോർഡും ഒപ്പം വാഷിംഗ് മെഷീനിനൊരു സ്പേസും എക്സ്ട്രാ നൽകിയിരിക്കുന്നു. ഹാളിൽ നിന്നാണ് സെക്കൻഡ് ഫ്ലോറിലോട്ടുള്ള സ്റ്റെയർ വരുന്നത്. മനോഹരമായൊരു ഹാൻഡിലാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പിൻ്റെ ഫ്ലോർ വരുന്നത് ടൈൽസ് ആണ്. സ്റ്റെപ്പ് കയറി സെക്കൻഡ് ഫ്ലോറിലോട്ട് വരുമ്പോൾ ഒരു ബിഗ് സൈസ് ഹാള്, ഒരു ബെഡ്റൂം, ഒരു ബാൽക്കണി, ഒരു ഓപ്പൺ ടെറസ്, ഇങ്ങനെയാണ് സെക്കൻഡ് ഫ്ലോറിൻ്റെ സ്പെക്ക് വരുന്നത്. 4-2 വൈറ്റ് ഗ്ലോസി ടൈൽ തന്നെയാണ് സെക്കൻഡ് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു സ്പേസ് നമുക്ക് സെക്കൻഡ് ഫ്ലോറിൻ്റെ ഹാളിൽ ലഭ്യമാണ്. ഹാളിൻ്റെ ഒതുങ്ങിയ സൈഡിലായിട്ടൊരു വാഷ് ബേസിൻ വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് കോമൺ ടോയ്ലറ്റ് വരുന്നത്. ഒരു നോർമൽ ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. സൈഡ് ഭിത്തിയെല്ലാം വാൾ ടൈൽ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ഫ്ലോർ വരുന്നത് മാറ്റ് ടൈലാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് ബെഡ്റൂം വരുന്നത്. ഒരു ആവറേജ് സ്പേസ് വരാവുന്ന ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. 2 പാളിയുടെ 2 വിൻഡോയാണ് ബെഡ്റൂമിൽ വരുന്നത്. 4-2 വൈറ്റ് ക്ലോസറ്റ് ടൈൽ തന്നെയാണ് ഫ്ലോർ വരുന്നത്. ഉള്ളതിൽ ഏറ്റവും വലിപ്പം കുറഞ്ഞൊരു ബെഡ്റൂമാണിത്.
ഇതാണ് വീടിൻ്റെ ഓപ്പൺ ടെറസ് വരുന്നത്. മുകളിലോട്ടുള്ള സ്റ്റെയർ വരുന്നത് ഇവിടെയാണ്. അടുത്തതായിട്ട് മനോഹരമായൊരു ബാൽക്കണിയാണ്. ഭാവിയിൽ 1-2 ബെഡ്റൂം കൂട്ടിയെടുക്കാൻ പറ്റാവുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന വരുന്നത്. ഈ മനോഹരമായ ഭവനത്തിന് ചോദിക്കുന്ന പ്രൈസ് 45 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഏതാണ്ട് 80% ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. വീട് റിക്വയർമെൻ്റ് ആയിട്ടുള്ള കൂട്ടുകാർ നിങ്ങളുടെ ബഡ്ജറ്റും ലൊക്കേഷനും കമൻറ്റിൽ രേഖപ്പെടുത്തുകയാണ് എങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ മറ്റൊരു വീടിൻ്റെ മനോഹരമായ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.